അതുകൊണ്ട് ആ നേരം വെളുക്കുന്ന സെക്കൻഡിൽ പോലും കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മളോട് സൂചിപ്പിക്കാൻ റബ്ബ് പറഞ്ഞതും അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. മരിച്ചു കിടന്ന എന്റെ ആയുസ്സിന് ജീവൻ തന്ന റബ്ബേ നിനക്ക് സ്തുതി എന്ന് പ്രാർത്ഥിക്കാൻ പോലും കൽപ്പിച്ചത്. ആ മരണം എന്നെയും നിങ്ങളെയും തേടി പുറപ്പെട്ടിട്ടുണ്ട്. അത് നമ്മളെയും കൊണ്ടേ മടങ്ങൂ, അതിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹ് തീരുമാനിച്ച സെക്കൻഡിൽ എരയുടെ മുകളിൽ ചാടി വീഴാൻ വെമ്പി നിൽക്കുന്ന കാട്ടുമൃഗത്തിന്റെ ശൗര്യത്തോടെ മരണം എവിടെയോ കാത്തിരിക്കുന്നുണ്ട്. അത് അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എന്നെയും നിങ്ങളെയും കൊണ്ടേ പോകൂ. എന്റെ മക്കളെ യത്തീമക്കളായി പോകുന്നതും 32 വയസ്സുള്ള എന്റെ ഭാര്യ വിധവയായി പോകുന്നതും ഇപ്പോഴും അടുക്കളയിലൂടെ സങ്കടം കൊണ്ട് ജീവിക്കുന്ന എന്റെ ഉമ്മ അനാഥമായി പോകുന്നതും നടക്കാൻ പോലും പറ്റാതെ എന്റെ വാപ്പ അനാഥത്വത്തിലേക്ക് തള്ളിവിടുന്നതും 2.5 വയസ്സുള്ള എന്റെ മകള് യത്തീമക്കളായി മാറുന്നതും എന്റെ സങ്കടമാണെങ്കിൽ പോലും അള്ളാഹ് പറയുന്നു ഇല്ല, അള്ളാഹ് തീരുമാനിച്ചാൽ ആ നിമിഷം പടച്ച റബ്ബ് ആ നിശ്ചയിക്കപ്പെട്ട സെക്കൻഡിൽ നിങ്ങളെയും കൊണ്ട് മടങ്ങും. കുൽ, അതുകൊണ്ട് നബിയെ പറയണം, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. കുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു, നബിയെ പറയണം, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. അവരെ എത്രയേറെ സൂക്ഷിച്ചാലും, അവരെത്രയേറെ കൺട്രോൾ ചെയ്താലും, അവരെത്രയേറെ സ്വപ്നം കണ്ടാലും, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു, ആ മരണം അവരെ കണ്ടെത്തും. പ്രായവ്യത്യാസങ്ങളില്ല, ജരാനരകളുടെ അളവുകോലുകളില്ല, സ്വപ്നങ്ങളുടെ സങ്കല്പങ്ങളുടെ അളവെടുക്കലുകളില്ല, ആഗ്രഹങ്ങളുടെ സ്വപ്നങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെയുള്ള യാത്രയില്ല. ഫഇന്നഹു മുലാഖീകും, ആ മരണം അവരെ കണ്ടെത്തുക തന്നെ ചെയ്യും. ആ മരണത്തിന്റെ സെക്കൻഡ് പോലും അള്ളാഹ് പറഞ്ഞു, 2 രീതിയിൽ നിങ്ങളെ ഞാൻ ദുനിയാവുന്ന് കൊണ്ടുപോകും. ആ 2 രീതിയിൽ അള്ളാഹ് തിരിച്ചു വിളിക്കും. ഒന്നാമത്തെ രീതി ഏതാ? അള്ളാഹനെ സ്നേഹിക്കാതെ ദുനിയാവിൽ പരസ്യ മോഡലുകളും സ്റ്റാറുകളും ഹീറോയിസവും കാണിച്ച് കുടുംബത്തിനും നാടിനും ഉപകാരപ്പെടാത്ത ചില ആളുകൾ അവരുടെ ജീവിതത്തിൽ അവർ സ്വീകരിച്ചിരുന്നത് പലതും അവർക്ക് തോന്നുന്ന നന്മകളായിരുന്നു. 2.5 മണിക്കൂർ കണ്ടു തീർക്കുന്ന സിനിമക്ക് ഒരു കുറ്റബോധവും അവന്റെ ഹൃദയത്തിലില്ല. ഏതെങ്കിലും ഒരു പെണ്ണിനെ വളച്ചു കൊണ്ടുവരുമ്പം അതൊരു വാപ്പാന്റെ ഉമ്മാന്റെ മകളാണെന്ന ബോധമില്ല. നമസ്കരിക്കാതെ കിടന്നുറങ്ങുമ്പം ആ ഉറക്ക് കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു അവൻ. കുടുംബത്തിനും നാടിനും ഒരു ഗുണവും ചെയ്യാത്ത ഒരു മനുഷ്യനെയാണ് അള്ളാഹു തിരിച്ചു വിളിക്കുന്നതെങ്കിൽ അള്ളാഹു പറയുന്നു, വാനലോകത്ത് നിന്ന് പടച്ച റബ്ബ് നിശ്ചയിച്ച മലക്കുകൾ ഇറങ്ങി വരും. ആ മലക്കുകൾ അവന്റെ കണ്ണെത്തുന്ന ഭാഗത്ത് ചെന്നിരിക്കും. ആ മലക്കുകളെ കാണുന്നതോടുകൂടി ആ ആത്മാവ് ശരീരത്തിന്റെ ഉള്ളിലേക്ക് വലിയും. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു, വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് വൽ മലായികതു ബാസിതു ഐദീഹിം അഖ്രിജൂ അൻഫുസഹും ഖാലൂ ഫീമ കുൻതും. വലൗ തറാ, നബിയെ താങ്കളെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ, ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്, അല്ലാഹനെ വെല്ലുവിളിച്ച് പടച്ച റബ്ബിന്റെ പ്രവാചകനെ സ്നേഹിക്കാതെ ജീവിച്ചിരുന്ന ആളുകളുടെ മരണത്തിന്റെ രംഗമെങ്ങാനും നബിയെ താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ, വാനലോകത്ത് നിന്നും ഇറങ്ങി വരുന്ന ഭയാനകരായ മലക്കുകൾ 2 കൈകളും അവന്റെ നേരെ നീട്ടിയിട്ട് പറയും, അഖ്രിജൂ അൻഫുസഹും, ഇത്രയും കാലം നീ ജീവിച്ചില്ലേ, മതിയാക്കി പോരടോ. അല്ലാഹ് ആയുസ് നീട്ടി തന്നില്ലേ, രക്ഷിതാക്കളെ കൊണ്ട് ബഹുമാനിച്ചില്ലേ, ആരോഗ്യം കൊണ്ട് അലങ്കരിച്ചില്ലേ, കുടുംബം കൊണ്ട് സ്നേഹിച്ചില്ലേ, എന്താണ് റബ്ബ് നിനക്ക് തടഞ്ഞത്? ഒന്നും തടയാതെ നിന്നെ പരിപാലിച്ച റബ്ബ് നിന്റെ അവധി തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് വാ എന്ന് പറയുമ്പം വരാൻ മടിക്കുന്ന ശരീരത്തിൽ നിന്നും ആത്മാവിനെ മലക്കുകൾ പറച്ചെടുക്കും. പറച്ചെടുക്കുന്ന ശരീരത്തിന് വല്ലാത്ത ദുർഗന്ധമുണ്ടാകും. ദുർഗന്ധം പരത്തുന്ന ഒരു കരിമ്പടത്തിലേക്ക് ആത്മാവിനെ പൊതിഞ്ഞ് ആന വാനലോകത്തേക്ക് ഉയരുമ്പം കടന്നു പോകുന്ന ഭാഗത്തൊക്കെ ദുർഗന്ധം പരക്കും. കാണുന്ന ഓരോ മലക്കുകളും മൂക്ക് ചുളിച്ചു ചോദിക്കും, മഹാദർ റൂഹുൽ ഖബീസ, ഏതാണ് ഈ വൃത്തികെട്ട ആത്മാവ്? തിരിച്ചു പരിചയപ്പെടുത്തും. അന്യന്റെ ആസ്വാദനം കണ്ട് രസിച്ചവൻ, ലൈംഗികത ആസ്വദിച്ച് തീർത്തവൻ, ശരീരത്തിനോട് അനാദരവ് കാണിച്ചവൻ, അള്ളാഹുവിന്റെ നിഅമത്ത് മറന്നവൻ, അള്ളാഹുവിന്റെ മുൻപിൽ നെറ്റി ചേർത്ത് വെക്കാത്തവൻ. അതുകൊണ്ട് ഇവനെ പടച്ച റബ്ബ് വെറുത്തിട്ടുണ്ട്. കയറിപ്പോകുന്ന മലക്കുകൾ ശപിച്ചുകൊണ്ടിരിക്കും. വാനലോകത്ത് നിന്ന് പടച്ച റബ്ബിന്റെ കൽപ്പന വരും, കതിപിത്ത കള്ളനാണവൻ, എന്നെ അനുസരിക്കാത്തവൻ, എന്റെ മാർഗം സ്വീകരിക്കാത്തവൻ, അവനെ കബറിലേക്ക് വലിച്ചെറിയണം. വലിച്ചെറിയപ്പെടുന്ന കബറിലേക്ക് കണ്ടാൽ വിരൂപനായ ഒരു മനുഷ്യൻ കയറി വരും. കിടക്കുന്ന മനുഷ്യൻ കണ്ണുനീരോടെ ചോദിക്കും, മൻ അൻത, നീ ആരാണടോ?
കയറി വന്നവൻ ആ വിരൂപതയെ ഒന്നും കൂടി വിരൂപമാക്കിയിട്ട് പറയും, അന അമലുക്കൽ ഖബീസ, നിനക്കെന്നെ വേണ്ടാതായല്ലേ? രാത്രി വാതിലടച്ചിട്ട് കണ്ടിരുന്ന തോന്നിവാസമാണ് ഞാൻ, നീ ആസ്വദിച്ചിരുന്ന വൃത്തികേടാണ് ഞാൻ, നീ ചെയ്തു കൂട്ടിയ പാപങ്ങളാണ് ഞാൻ. ഇപ്പെന്തിനാ എനക്കെന്നോടൊരു അലോക്യം? ഞാനും നീയും തമ്മിൽ ഫ്രണ്ട്സാ, എന്നെയാ ദുനിയാവിൽ നീ സ്നേഹിച്ചത്. എന്നിട്ട് അള്ളാഹുവിന്റെ കൽപ്പന കൂടെ വരും, അവന് നരകത്തിന്റെ ഒരു വാതിൽ തുറന്നു കൊടുക്കണം. നരകത്തിന്റെ വേദനയും സങ്കടങ്ങളും തീജ്വാലകളായി കബറിലേക്ക് പടർന്നു പന്തലിക്കുമ്പം ആ കബർ കിടന്ന് അവൻ കണ്ണുനീരോടെ പറയും, യാ ലൈതനീ കുന്തു തുറാബാ, എന്തിനായിരുന്നു പടച്ചോനെ ഒരു മനുഷ്യജന്മം? നിനക്ക് മണ്ണാക്കിയാ പോരെ, നിനക്കൊരു കല്ലാക്കിയാ പോരായിരുന്നോ എന്ന് ചോദിക്കുന്നൊരു മരണം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളുടെ മരണമോ ആ വാനലോകത്ത് നിന്നും ഇഷ്ടം തോന്നിപ്പിക്കുന്ന അങ്ങേയറ്റം സന്തോഷമുള്ള മലക്കുകൾ ഇറങ്ങി വരും, കണ്ണെത്തുന്ന ഭാഗത്തിരിക്കും, പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്യും. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ. നിനക്ക് അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടു, അല്ല നിന്നെയും ഇഷ്ടപ്പെട്ടു. സന്തോഷത്തോടെ മലക്കുകൾ കൊണ്ടുപോകും, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും, അല്ലാഹു തആല അത് ഒരുക്കി വെക്കും. അതിനുശേഷം പടച്ചോന്റെ മഹിഷറ വരാനുണ്ട്. ആ മഹിഷറയിൽ പരസ്പരം നമ്മൾ പഴിചാരും. എന്നെ വഴിക്ക് തെറ്റിച്ചവൻ, എനിക്കത് അയച്ചു തന്നവൻ, എന്നെ ആ ഗ്രൂപ്പിൽ ഷെയറാക്കിയവൻ, അള്ളാന്റെ ദീനിന്റെ MSMന്റെ പരിപാടിക്ക് ക്ഷണിച്ചപ്പം പോകണ്ടെന്ന് പറഞ്ഞവൻ, അന്ന് വേറെ പരിപാടി ചെയ്യാമെന്ന് പറഞ്ഞവൻ, റബ്ബേ യുവസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വഹിബതിഹി വ ബനി. ആരും വേണ്ട എന്ന് പറഞ്ഞ് കരയുന്ന അള്ളാന്റെ മഹിഷറയും ഇന്ത്യങ്ങളെയും കൺമുൻപിൽ വരാനുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്റെ സമയം അവസാനിച്ചു. പറഞ്ഞവസാനിപ്പിക്കാൻ പറ്റാത്തതാ ജീവിതത്തിന്റെ അവസാനം. പക്ഷെ അവസാനിക്കുന്നില്ല. ഈ ദുനിയാവ് മാത്രമേ നമ്മൾ ഇല്ലാതാകുന്നുള്ളൂ. ഇനി നമ്മൾ ഇല്ലാതായതിന്റെ പേരിൽ ഈ ദുനിയാവിനൊരു ചുക്കും സംഭവിക്കാനുമില്ല. അൻസാർ ഇല്ലെങ്കിൽ നാളെ ഈ മൈക്കിന്റെ മുൻപിൽ വേറെ ആള് വരും, മഴ പെയ്യും, വെയിലുദിക്കും. നഷ്ടപ്പെട്ട എന്റെ വാപ്പയുമ്മയും കുറച്ച് കാലം ഓർത്ത് കരയും, കൂട്ടുകാരൻ ഓർമ്മിക്കും. പക്ഷെ നഷ്ടപ്പെട്ടതിന്റെ ജീവിത, എനിക്കാ നഷ്ടം. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത എന്റെ ജീവിതം അവിടെ തീർന്നുപോയതാ. പിന്നെ ഞാൻ കബറിൽ ഏജന്തുക്കളോടൊപ്പമാ എന്റെ ജീവിതം. ആ കബറിൽ പിന്നെ കാത്തിരിക്കുന്നത് പടച്ച റബ്ബിന്റെ നരകവാതിലും കൂടിയാണെങ്കിൽ പിന്നെന്ത് നേട്ടമാ സഹോദരാ ദുനിയാവിൽ നമ്മൾ ഉണ്ടാക്കിയച്ച്? ഐഫോണോ, 10,000ന്റെ ശമ്പളങ്ങളോ, അല്ലെങ്കിൽ ബൃഹത്തായ സുഹൃത്ത് വലയങ്ങളോ? ഇതൊന്നും നമ്മളെ ആഹാരം വെളുപ്പിക്കുന്നില്ലെങ്കിൽ പടച്ച റബ്ബിന്റെ അരികിലേക്കുള്ളൊരു യാത്ര, ആ യാത്രയിലാണ് എന്ന് ചിന്തിക്കുക. അതിനുവേണ്ടി സമയം കണ്ടെത്തുക. അള്ളാഹുവിന്റെ അരികിലേക്കുള്ള യാത്ര സന്തോഷത്തോടെയാവാൻ ഓരോരുത്തരും മനസ്സുകൊണ്ടൊരുങ്ങുക. അവസാനം വരെ ഇരുന്ന് ഓരോ വാക്കുകളും കേട്ട് ജീവിതത്തിൽ ചിട്ടകൾ വരുത്തുക. ആസ്വദിക്കുന്നവർ ആസ്വദിക്കട്ടെ. അമല്ലാഹു ബിഗാഫിലിൻ, അല്ലാഹ് അശ്രദ്ധനല്ല. ധരിക്കാനും ആസ്വദിക്കാനും പരക്കം പായാനും ഒരു പറ്റം യുവാക്കളും കുടുംബമൊക്കെ ഉണ്ടാവും. അവരാസ്വദിക്കട്ടെ, അവർ മറന്ന് ജീവിക്കട്ടെ. അല്ലാഹ് അശ്രദ്ധനല്ല. നമ്മൾ ചെയ്യുന്നതിനും അല്ലാഹ് കൃത്യമായി കണക്ക് നോക്കുന്നുണ്ട്. നമുക്ക് നിശ്ചയിക്കും, ഒന്നുമില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാകും, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ചവനാണ്. ആ സമാധാനത്തോളം വരൂല ദുനിയാവിലെ ഒരു പടവും പദവിയും പത്രാസും ആസ്വാദനവും. ആ തിരിച്ചറിവാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ അറിവ്. നേടുന്ന ഡിഗ്രിയേക്കാൾ ആ അറിവിനെ മുറക്കപ്പിടിച്ച് മുൻപോട്ട് പോകാൻ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.